ഹായ് ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വൈകിട്ട് നമ്മൾ മാളുവിന് ഹെയർ സ്പാ ചെയ്യുവാൻ പോവുകയാണ്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. പഴയൊരു ഡീസൽ ബുള്ളറ്റാണ്. നമ്മളപ്പോൾ ഇതിലാണ് പോകുന്നത്. 1985 ആണ് മോഡൽ. ഈ വണ്ടി സ്റ്റാർട്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പമ്പ് ചെയ്ത് വേണം സ്റ്റാർട്ടാക്കാൻ. ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. തിരിച്ചടിക്കും. നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ടാക്കാം. സ്റ്റാർട്ടായിട്ടുണ്ട് കണ്ടോ. അതേ കുറച്ച് പാടായിരിക്കും, പിന്നെ എളുപ്പമാണ്, സിമ്പിളാണ് സ്റ്റാർട്ടാക്കി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാം. ഇതിവിടെ വന്നപ്പോൾ കണ്ടോ വേറൊരു പഴയ ബുള്ളറ്റും കൂടെ ഇരിപ്പുണ്ട്. അതെ, പഴയതിനോടാണ് കൂടുതൽ താല്പര്യം. പുതിയതൊക്കെ ബ്ലാ 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 സംഭവം. അതെ, എങ്ങനെയുണ്ട് മാളുക്കൂട്ട്? ഒരു അംബാസഡർ കഥയുണ്ട്, അത് പിന്നെ പറയാം. അതേ, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഞാൻ കട്ട പോസ്റ്റാണ് ഇനി ഇവിടെ. കട്ട പോസ്റ്റ് കുറച്ച് പോസ്റ്റ്. മാളിൻ്റെ ഹെയർ സ്പാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ചെയ്തത്. നമുക്കിനി നേരെ പുഞ്ചക്കരിയിലോട്ട് പോകാം. നേരെ നമുക്കിനി പുഞ്ചക്കരിയിലും കൂടെ പോകാം. കുറച്ച് അവർക്ക് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇതാണ് കിരീടം പാലം, ഈ കാണുന്നത്. ഇതിലെന്തോ കിരീടം ഇരിക്കുന്നത്. ഇതങ്ങനെയല്ല, നമ്മുടെ ഈ കിരീടം സിനിമയിലല്ലേ മോഹൻലാല് കണ്ണീർ പൂവിന്റെ ആ പാട്ടും പാടി ഇതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ ഒരു സീനുണ്ട്. അത് ഇവിടെ നിന്നാണ് എടുത്തത്. ഇതും ഈ റോഡില്ലേ, പണ്ടിത് ഇങ്ങനത്തെ റോഡല്ലായിരുന്നു. ഇത് ടാറൊന്നും ഇടാത്ത റോഡായിരുന്നു. ആ സിനിമയിൽ കാണുമ്പോൾ ഇത് പിന്നെയാണ്. ഞങ്ങൾ പണ്ടൊക്കെ വരുമ്പോഴും ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇപ്പോഴാണ് അതൊക്കെ മാറി ടാറൊക്കെ ഇട്ട് ഇവിടെ ഫുള്ളും തിരക്കായി. പണ്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇപ്പം ഇവിടുത്തെ ആൾക്കാർ മാത്രം. അപ്പോൾ ഇവിടെ മോഹൻലാൽ വന്നിട്ടുണ്ടല്ലേ? മോഹൻലാൽ വന്ന സ്ഥലത്താണ് നമ്മൾ നീങ്ങുന്നുണ്ട്. നമുക്ക് കിരീടം പാലത്തിൽ കൊണ്ട് നടന്നിട്ട് വരാല്ലേ? അതിന് മുമ്പേ ഒരു ചായ കുടിച്ചിട്ട് നടന്നാലോ? നമ്മൾ ചായ ഇല്ലാതെ ജോമോനൊരു ജീവിതം. ചായ ഇല്ലാതെ പറ്റത്തില്ല. എന്നെ പുഞ്ചക്കരി കൊണ്ടുവന്നു പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്ന്. പുഞ്ചക്കരിയെ പോയിട്ട് എന്താ, മാളുവിനെ കിരീടം പാലം കാണിച്ചതില്ലേ? മാളുവിനിതാ മോഹൻലാൽ വന്ന സ്ഥലം ഞാൻ കാണിച്ചതില്ലേ? ഇനി എന്ത് വേണം മാളുവിന്? എന്തുവാ കിരീടം പാലം കണ്ട് മുട്ടയും ചായയും കുടിക്കുന്നതാണ്. എന്ത് മുട്ടയാണ്? താറാമുട്ട. മാളുവിനാന്നേ ചായ അങ്ങോട്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് മാളു മുട്ടയും കഴിക്കുക കിരീടം പാലം കണ്ട്. മുളക് പൊടിയും താറാമുട്ടയും. സാധാരണ എല്ലാവരും പറയും താറാമുട്ടയും മുളക് പൊടിയും. ഇത് മുളക് പൊടി. ഞാൻ മുളക് പൊടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ താറാമുട്ട ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ കഴിക്കാം. ഇതാ ഞാൻ കഴിക്കാം. വേണ്ട, ടേസ്റ്റ് ചെയ്യണ്ട. ഞാൻ കഴിക്കാം. മാളു നീ എടുത്തോ. നമുക്ക് കിരീടം പാലത്തിൽ കൂടെ നടക്കാം. മോഹൻലാൽ നടന്ന വഴിയെ കൂടെ ആണ് നമ്മളിപ്പോൾ നടക്കുന്നത്. മറ്റേ പാട്ടും കൂടെ വേണമായിരുന്നല്ലേ? ഇതാണ് ആ പാലം. ഇപ്പം ഭയങ്കര റഷാണ്. ഇങ്ങനെ ആൾക്കാരൊക്കെ ഒന്ന് കണ്ടാവുണ്ടോ? നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി. ആക്ച്വലി ഇത് ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ. ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? രസമുണ്ടല്ലേ?
ഇവിടെ ഇരിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ എയർപോർട്ട് അവിടെ എവിടെയെങ്കിലും ആയിരിക്കണം. നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇങ്ങനെ വൈകിട്ട് വന്നിരിക്കാനൊക്കെ. ഇവിടെ ഒരു വീട് വയ്ക്കാം. ഇവിടെ നമുക്ക് വീട് വയ്ക്കാം. മാളുവിന് പോകുന്നിടത്ത് എല്ലായിടത്തും വീട് വയ്ക്കണം. ഇങ്ങനെ വീട് വെച്ച് പോവാൻ. പിന്നെ നമ്മൾ ആരാ, അമ്പാനിയാന്നോ? ഇവിടെ ഒരിക്കൽ വീട് വെക്കാൻ ജോമോനെ ട്രെയിനിലിരുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പാടത്തിന്റെ നടുക്ക് വയ്ക്കാം. ഇത് പാടല്ലേ? പക്ഷേ നെൽപ്പാടമാണ് ഇത്. പക്ഷേ പുൽപ്പാടമല്ലേ? നമുക്ക് നെൽപ്പാടം പോലെ. ഇത് പുല്ലല്ലേ? ഇത് പുല്ലല്ലേ? ഇത് നെല്ലാണ്. അതായി നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നെല്ല്, മാളുവിന്റെ നെൽപ്പാടം. നിങ്ങൾ കാണുന്നുണ്ടോ നെല്ല് വിളഞ്ഞു നിൽക്കുന്നത്? നിങ്ങൾ കാണുന്നുണ്ടോ? മാളു ആ നെല്ല് കൊയ്യാ സമയം. നെല്ല് കൊയ്യ്. കമോൺ മാളുവിന്റെ നെല്ല് കൊയ്തോ. ഇതിന്റെ പേരെന്താ? ഇതേതോ കാട്ടുചെടി അല്ലെങ്കിൽ പാടത്തെ ചെടി. പക്ഷിയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷികൾ പിന്നെ പറക്കാതെ. നമ്മളിപ്പോ ഇരുത്തി തുടങ്ങിയല്ലേ? നല്ല രസമുണ്ടല്ലേ ഇവിടെ നിൽക്കാൻ. സൂര്യൻ പോകുന്ന അവിടെ. അയ്യോ അവിടെ സൂര്യനില്ല. ആ സൂര്യൻ പോയിട്ട് മണിക്കൂർ 5 ഇനി നമുക്ക് സൂര്യല്ല, ഇനി ചന്ദ്രൻ വരും. ഇപ്പം ചന്ദ്രൻ ഒരു പക്ഷി പോകുന്നുണ്ട്. അടുത്ത് ജോമോന്റെ മേക്ക് ഓവറിനായിട്ട് വന്നിരിക്കുന്നത്. മേക്ക് ഓവറൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഈ കാട് പോലെ വളർന്നെടുക്കുന്ന ഹെയർ ഒന്ന് കിട്ടണം. മുടി വെട്ടി വേറൊരു ഗെറ്റപ്പ് ആക്കാം അല്ലേ മാളു? നമുക്ക് വേറെ ഗെറ്റപ്പിലായിരിക്കും കാണാൻ പോകുന്നത്. കമോൺ. ഇനി വേറെ ഗെറ്റപ്പിൽ കാണാം. അപ്പോൾ ഇതാണ് പുതിയ മേക്ക് ഓവർ. എങ്ങനെയുണ്ട്? കൊള്ളാമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് മാളു? കൊള്ളാല്ലേ? ഗൈസ്, അപ്പോൾ ഞങ്ങളിതേ വീട്ടിലോട്ട് പോവാണ്. പുതിയ മേക്ക് ഓവറൊക്കെ ആയിട്ട് കൊള്ളാമെന്ന് വിശ്വസിക്കുന്നു. മാളുവിനെ ഒട്ടും പിടിച്ചിട്ടില്ല. അവൾ പറയുന്നത് തല ഇറങ്ങാൻ പോകുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് ഹെയർ ഇങ്ങനെ ട്രിം ചെയ്ത് വിടത്താൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരെയും മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ട്. മാളു സ്പാ മാത്രമേ ചെയ്തോളൂ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച മുടിയോട്ടുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.